ഹായ് ഫ്രണ്ട്സ്, ഫോക്കസ് ട്യൂഷൻ സെന്ററിന്റെ എക്സാമിനേഷൻ ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ അനിൽകുമാർ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് ആണ്. റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് എന്ന പാഠത്തിൽ ഒന്നാമത്തെ ചാപ്റ്ററിനകത്ത് പ്രധാനമായിട്ടും 5 എസ്സേ ക്വസ്റ്റ്യൻ ആണുള്ളത്. ഈ പാഠത്തിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കുന്നതും ഒരു എസ്സേ ആണ്. 6 മാർക്കിന്റെ ഒരു എസ്സേ ആണ് ഈ പാഠത്തിൽ നിന്ന് ചോദിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓരോ എസ്സേ ആയിട്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാനിന്ന് പറയുകയാണ്. ഒന്ന്, നോർത്ത് അമേരിക്കൻ ഫ്രീഡം സ്ട്രഗിൾ അല്ലെങ്കിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അതിൽ ആദ്യം തന്നെ തന്നിട്ടുണ്ട് ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ അമേരിക്കൻ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ ബൈ ജെയിംസ് ഓട്ടിസ്. എന്തായിരുന്നാലും നോർത്ത് അമേരിക്കയിലേക്ക് പല പല കാരണങ്ങൾ കൊണ്ട് യൂറോപ്പിൽ നിന്നും കുടിയേറി പാർത്ത ആൾക്കാർ then they began to settle there, then they established about 13 colonies. അത് കഴിഞ്ഞിട്ട് ഈ കോളനികളെ നിലനിർത്തുന്നതിന്റെ ഭാഗമായിട്ട് അവർ നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങൾ, ആ നിയമങ്ങളെ മെർക്കന്റൈൽ ലോസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഏകദേശം 5ഓളം മെർക്കന്റൈൽ ലോസ് ആണ് ഇതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നോക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ് മെർക്കന്റൈൽ ലോസ്. ചിലപ്പോൾ എസ്സേ ചോദിച്ചതിന് ശേഷം അവര് മുഴുവനായിട്ടായിരിക്കില്ല ചോദിക്കുന്നത്. മെർക്കന്റൈൽ ലോസും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഓഫ് ഐഡിയാസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം ചോദിക്കുക. അങ്ങനെയാണ് എങ്കിൽ ആദ്യം മെർക്കന്റൈൽ ലോസ് പറയണം, 5 പറയണം. അത് കഴിഞ്ഞിട്ട് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ ശരിക്കും സ്വാധീനിച്ച ആൾക്കാര് ജോൺ ലോക്ക്, തോമസ് പെയിൻ അടക്കമുള്ള ആൾക്കാർ. ഐഡിയാസ് ഓഫ് ഗ്രേറ്റ് ഫിലോസഫേഴ്സ് ലൈക്ക് ജെയിംസ് ലോക്ക്, പിന്നെ ജോൺ ലോക്ക്, തോമസ് പെയിൻ അടക്കമുള്ള ആൾക്കാര് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഈ മെർക്കന്റൈൽ ലോസിലൂടെ നടപ്പിലാക്കിയ നിയമങ്ങൾ ദെൻ അടുത്ത് ബോസ്റ്റൺ ടീ പാർട്ടിക്ക് ഇടയാക്കി. 1773 ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. ആ ബോസ്റ്റൺ ടീ പാർട്ടിയാണ് അത് കഴിഞ്ഞിട്ട് 1774, 75, 76 3 വർഷത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഫിലാഡൽഫിയ കോൺഗ്രസിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. അതിൽ 75 ജോർജ് വാഷിംഗ്ടണിനെ അവർ അവരുടെ ലീഡറായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ദെൻ 76 അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അവർ നടത്തുന്നുണ്ട്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് നേതൃത്വം കൊടുത്തത് തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ തുടങ്ങിയവരാണ്. കൃത്യമായിട്ടും അത് നോക്കുക. ദെൻ അത് കഴിഞ്ഞാൽ അടുത്ത് പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലങ്ങളാണ്. അതിൽ ഒന്ന്, പിൻകാല സമരങ്ങൾക്ക്, ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾസിനൊക്കെ ശരിക്കും പ്രചോദനം കൊടുത്തിട്ടുണ്ട് ഈ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ദെൻ കൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ്, ദെൻ ഫെഡറൽ സിസ്റ്റം, ദെൻ അതുപോലെ തന്നെ എ ഫസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത്രയാവുമ്പോഴത്തേക്ക് ആ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അവിടെ തീരുന്നുണ്ട്. അപ്പോൾ നോക്കുക, ഞാൻ പറഞ്ഞു നോക്കുക, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്നും മെർക്കന്റൈൽ ലോ ആണ്. ദെൻ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ആണ്. പിന്നെ അത് കഴിയുമ്പോൾ 1783 ട്രീറ്റി ഓഫ് പാരീസിൽ ഒപ്പിട്ടു. അമേരിക്കയുടെ 13 കോളനികൾക്കും സ്വാതന്ത്ര്യം കിട്ടിയത് വരെ. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയുമാണ് നമ്മൾ മെയിനായിട്ട് അതിനകത്ത് ഉൾക്കൊള്ളിക്കേണ്ടത്. ദെൻ അത് കഴിഞ്ഞാൽ അടുത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുള്ളത് ഫ്രഞ്ച് റവല്യൂഷൻ ആണ്. ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്ന വർഷം 1789 ജൂലൈ 14. ഫ്രഞ്ച് റവല്യൂഷനിൽ പ്രധാനമായിട്ടും അവിടെ ഓട്ടോക്രസിക്കെതിരായിട്ടുള്ള ഒരു സമരത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ഫ്രാൻസ് എന്ന് പറയുന്നത് വാസ് അണ്ടർ ദി മൊണാർക്കി ഫോർ എ വെരി ലോങ് ടൈം. വളരെ ദീർഘകാലം ഫ്രാൻസ് രാജഭരണത്തിന്റെ കീഴിലാണ്, പ്രത്യേകിച്ച് ലൂയി 14, 15, 16 തുടങ്ങിയ രാജാക്കന്മാരുടെ കീഴിൽ. അവരുടെ ഓട്ടോക്രാറ്റിക് റൂൾ ആയിരിക്കാം, ലക്ഷൂറിയസ് ലൈഫ് ആയിരിക്കാം. ദെൻ ദേ വെയർ ഓൾസോ സ്ക്വാൻഡേഴ്സ് എന്ന് പറയുന്നത്. സ്ക്വാൻഡേഴ്സ് ധൂർത്തന്മാരായിട്ടുള്ള കുറെ രാജാക്കന്മാർ. എന്തായിരുന്നാലും ഇവരുടെ ധൂർത്ത് അല്ലെങ്കിൽ ആഡംബരങ്ങൾ ഫ്രാൻസിന്റെ ഖജനാവിൽ ശരിക്കും കാലിയാക്കി. അപ്പോ തീർച്ചയായിട്ടും ഖജനാവ് കാലിയാകുമ്പോൾ ആ തുക കണ്ടെത്തുന്നതിലേക്ക് വേണ്ടി ജനങ്ങളുടെ പുറത്ത് നികുതി ചുമത്താൻ തുടങ്ങി. അങ്ങനെ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ദേ ഹാവ് ടു പേ ഹെവി ടാക്സ്. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് അവിടെ പറയുന്നു. ഫ്രഞ്ച് റവല്യൂഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ്സേയാണ്. ഫ്രഞ്ച് റവല്യൂഷനിൽ പ്രധാനമായിട്ടും ഫ്രഞ്ച് സമൂഹത്തെ 3 ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ് ആൻഡ് തേർഡ് എസ്റ്റേറ്റ്. ഫ്രഞ്ച് സമൂഹത്തെ പ്രധാനമായും 3 സമൂഹങ്ങളായിട്ട്. അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ ചോദിക്കുമ്പോൾ സാധാരണ മുഴുവൻ എസ്സേ എന്നുള്ളതിനേക്കാൾ ഫ്രഞ്ച് സൊസൈറ്റിയെ കുറിച്ചാണ് ചിലപ്പോൾ എഴുതാൻ ചോദിക്കാറുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രേറ്റ് റൈറ്റേഴ്സ്, അവരെ കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഫ്രഞ്ച് സൊസൈറ്റിയെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ മെയിനായിട്ട് നമ്മൾ പറയേണ്ടത് ഫ്രഞ്ച് സമൂഹത്തെ 3 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ് ആൻഡ് തേർഡ് എസ്റ്റേറ്റ്. ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ
ഫസ്റ്റും സെക്കൻഡും എസ്റ്റേറ്റ്, ലോർഡ്സ്, പ്രീസ്റ്റ് തുടങ്ങിയ ആൾക്കാർ, പുരോഹിതന്മാരും പ്രഭുക്കന്മാരും ഒക്കെ ഒന്നും രണ്ടും എസ്റ്റേറ്റിനകത്ത് ഉൾക്കൊള്ളുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ വരുന്നത് തേർഡ് എസ്റ്റേറ്റിനകത്താണ്. അതോടൊപ്പം തന്നെ ദേ ഹാവ് ടു പേ ഹെവി ടാക്സ്. ഇതിൽ ഈ മൂന്നാം എസ്റ്റേറ്റിനകത്ത് പിന്നെ മിഡിൽ ക്ലാസ് പീപ്പിളും ദെൻ അതോടൊപ്പം തന്നെ കോമൺ പീപ്പിളും എല്ലാവരും ഉൾക്കൊള്ളുന്നത് മിഡിൽ ക്ലാസ് പിന്നെ തേർഡ് എസ്റ്റേറ്റിനകത്താണ്. ദെൻ ദേ ഹാവ് ടു പേ ഹെവി ടാക്സ്. ദെൻ അതോടൊപ്പം തന്നെ സ്വന്തമായി ഭൂമി പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഉള്ളത്. പക്ഷേ ഫസ്റ്റും സെക്കൻഡും എസ്റ്റേറ്റ്, ലോർഡ്സ്, പ്രീസ്റ്റ് തുടങ്ങിയ ആൾക്കാരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവർക്ക് ഇഷ്ടംപോലെ വസ്തുവകകളുണ്ട്. They were also exempted from all type of taxes. Then controlled a higher position in administrative and military service. Then അതോടൊപ്പം തന്നെ ലക്ഷൂറിയസ് ലൈഫാണ്, ഹെൽഡ് വാസ്റ്റ് ലാൻഡാണ്. ഈ സാധാരണ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പിന്നെ ജനങ്ങളുടെ പുറത്ത് ചുമത്തിയിട്ടുള്ള നികുതികൾക്ക് പുറമെ ഈ ഒന്നും രണ്ടും എസ്റ്റേറ്റുകാരും സാധാരണക്കാരായ ജനങ്ങളുടെ പുറത്ത് നികുതികൾ ഏർപ്പെടുത്തിയിരുന്നു. തിത്തെന്നും തില്ലയെന്നും ഒക്കെ അറിയപ്പെടുന്ന പല നികുതികളും അവർക്ക് കൊടുക്കേണ്ടി വന്നു. ചുരുക്കത്തിൽ മൂന്നാം എസ്റ്റേറ്റിൽപ്പെട്ട ജനങ്ങൾക്ക് വളരെ ഭാരിച്ച ഒരു നികുതി ഭാരം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ പറയാം, ഫ്രഞ്ച് സൊസൈറ്റിയെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ് അല്ലേ. ഫസ്റ്റ് ലോർഡ്സ്, പ്രീസ്റ്റ് തുടങ്ങിയവരെ ഫസ്റ്റും സെക്കൻഡും എസ്റ്റേറ്റിൽ വരുമ്പോൾ സാധാരണക്കാരായ കോമൺ പീപ്പിളാണ് മൂന്നാം എസ്റ്റേറ്റിനകത്ത് വരുന്നത്. ദെൻ മിഡിൽ ക്ലാസ് പീപ്പിൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുറെ ആൾക്കാർ, ടീച്ചേഴ്സ്, ലോയേഴ്സ്, അങ്ങനെ ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ അതിനകത്തുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഒരു ഫ്രീഡം അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം വേണം എന്നൊരു ആവശ്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു എതിർപ്പിലേക്ക് തുടക്കം ഇടുന്നതും യഥാർത്ഥത്തിൽ ഈ മിഡിൽ ക്ലാസ് പീപ്പിളാണ്. ചുരുക്കത്തിൽ വളരെ ശക്തമായിട്ടുള്ള എതിർപ്പുകൾ ഈ മൂന്നാം എസ്റ്റേറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നർത്ഥം. അത് കഴിഞ്ഞപ്പോൾ ഫ്രാൻസിൽ ഏറ്റവും ജനങ്ങളെ പിന്തുണച്ച ഒരു വിഭാഗം, ദ ഗ്രേറ്റ് ഫിലോസഫേഴ്സ്, റൈറ്റേഴ്സ് സച്ച് ആസ് വോൾട്ടയർ, റൂസോ ആൻഡ് മോണ്ടസ്ക്യൂ. അവരുടെ എഴുത്തുകൾ, റൂസോയും വോൾട്ടയറും മോണ്ടസ്ക്യൂവും ഒക്കെ ജനങ്ങൾക്ക് കൊടുത്ത പ്രചോദനം മനസ്സിലായോ? തീർച്ചയായിട്ടും അത് ജനങ്ങളെ ഈ ഒന്നും രണ്ടും വിഭാഗക്കാർക്കെതിരെ പ്രതികരിക്കാൻ അല്ലെങ്കിൽ രാജാവിന്റെ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെ പ്രതികരിക്കാൻ ജനങ്ങളെ നിർബന്ധിച്ചു. എന്തായിരുന്നാലും ജനങ്ങൾക്ക് റൂസോയും വോൾട്ടയറും ഒക്കെ കൊടുത്ത ആ പ്രചോദനങ്ങൾ, റൂസോയുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ചില വാചകങ്ങളെ കുറിച്ചും ഇതിനകത്ത് പറയുന്നുണ്ട്. മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹി ഈസ് ഇൻ ചെയിൻസ്. അതുപോലെ തന്നെ മോണ്ടസ്ക്യൂവിനെ കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ഗവൺമെന്റ് ഡിവൈഡഡ് ഇൻടു 3 ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ഇതൊക്കെ അവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വാചകങ്ങളാണ്. എന്തായിരുന്നാലും റൂസോയും വോൾട്ടയറും മോണ്ടസ്ക്യൂവും ഒക്കെ പിന്നെ ജനങ്ങൾക്ക് കൊടുത്ത പിന്തുണ അത് ജനങ്ങളെ അവസാനം ഒരു കലാപത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഇടയാക്കി. ഇത് കഴിഞ്ഞു. പിന്നെ ഫ്രാൻസിന്റെ ഖജനാവ് കാലിയാണ് എന്ന് നമ്മൾ പറഞ്ഞു. പല പല കാരണങ്ങളാണ് ഇവിടെ പറയപ്പെടുന്നത്. ഒന്ന് ട്രോട്ടായിരിക്കാം, ദെൻ ക്രോപ്പ് ഫെയിലൂർ ആയിരിക്കാം, ദെൻ ദ ഫ്രീക്വന്റ് വാർസ് ലെഡ് ബൈ ഫ്രാൻസ് എഗൻസ്റ്റ് ബ്രിട്ടീഷ് ആയിരിക്കാം, ദെൻ ദെയർ ലക്ഷൂറിയസ് ലൈഫ് ആയിരിക്കാം. എന്തായിരുന്നാലും ഫ്രാൻസിന്റെ ഖജനാവ് കാലിയായപ്പോൾ 1789 ലൂയി 16 ഫ്രഞ്ച് പാർലമെന്റ് വിളിച്ചു കൂട്ടി. എന്തിനു വേണ്ടി? ടു ലെവി ടാക്സ്. ഇല്ലേ, സാധാരണ ഖജനാവിൽ പണമില്ല. അപ്പോൾ സാധാരണക്കാരായ ജനങ്ങളുടെ പുറത്ത് നികുതി ചുമത്തുക, അതിലൂടെ ഗവൺമെന്റിന് വരുമാനം കൂട്ടുക. അതിനുവേണ്ടി 1789 ലൂയി 16 റീകോൾഡ് ദ ഫ്രഞ്ച് പാർലമെന്റ്. ഫ്രഞ്ച് പാർലമെന്റ് ഒരു പേര് പറയുന്നുണ്ട്, സ്റ്റേറ്റ് ജനറൽ ഓർ എസ്റ്റേറ്റ് ജനറൽ എന്നറിയപ്പെടുന്നുണ്ട്. അതിനെ വിളിച്ചുകൂട്ടി അങ്ങനെ ഒരു പുതിയ നികുതി ചുമത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങി. അവിടെ നടപ്പിലാക്കിയ പ്രപ്പോസൽ, ആ രീതി എന്ന് പറയുന്നത് 1 വോട്ട് ഫോർ ഈച്ച് എസ്റ്റേറ്റ്. ഇല്ലേ, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയാണ്. അതായത് ഒരു എസ്റ്റേറ്റിന് ഒരു വോട്ട്. നോക്കുക, ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്. ഫസ്റ്റും സെക്കൻഡും എന്ന് പറഞ്ഞാൽ ക്ലർജി ആയിരിക്കാം, പ്രീസ്റ്റ് ആയിരിക്കാം, രാജാവിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരാണ് ഈ ഒന്നും രണ്ടും ഇതിലുള്ളത്. അവരെ എല്ലാവിധ നികുതികളിൽ നിന്നും ഒഴിവാക്കിയിരുന്നു എന്ന് പറഞ്ഞു. അവർക്ക് ഇഷ്ടം പോലെ വസ്തുവകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു എസ്റ്റേറ്റിന് ഒരു വോട്ട് എന്നുള്ള ക്രമം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒന്നും രണ്ടും എസ്റ്റേറ്റുകാർ എപ്പോഴും ഒരുമിച്ച് വോട്ട് ചെയ്ത് മൂന്നാമത്തെ വിഭാഗത്തെ തോൽപ്പിക്കുമായിരുന്നു എന്നാണ്. അതായത് 3 വോട്ടിൽ 2 ഭൂരിപക്ഷം എന്നുള്ള നിലയ്ക്ക് നിയമങ്ങൾ എപ്പോഴും നടപ്പിലാക്കപ്പെടും. ഇതാണ് ഫ്രാൻസിൽ സ്ഥിരമായി നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾ അവരാവശ്യപ്പെടുകയാണ് ഈച്ച് വോട്ട് ഫോർ ഈച്ച് പേഴ്സൺ. അല്ലെ, ഒരു വ്യക്തിക്ക് ഒരു വോട്ട് വേണം എന്ന് ഫ്രാൻസിലെ ജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങൾ ആവശ്യപ്പെട്ടു. പക്ഷേ അത് അംഗീകരിക്കാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറായില്ല. അങ്ങനെ
ജനങ്ങൾ ക്ഷുഭിതരായി ഇറങ്ങിപ്പോവുകയും തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ടെന്നീസ് കോർട്ടിൽ വെച്ച് ഒരു അസംബ്ലി അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് അവർ വിളിച്ചു കൂട്ടുകയും ചെയ്തു. ഇതാണ് ഫ്രഞ്ച് വിപ്ലവത്തിലെ ഏറ്റവും പ്രധാനമായിട്ടും അറിയപ്പെടുന്ന ടെന്നീസ് കോർട്ട് അസംബ്ലി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. എന്തായിരുന്നാലും ടെന്നീസ് കോർട്ട് അസംബ്ലി നടക്കുന്നു. ദിസ് ഈവന്റ് ലെഡ് ടു ദ ബിഗിനിങ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ ഫ്രം 1789 ഓൺവേർഡ്സ് എന്നാണ്. എന്തായിരുന്നാലും ആ മീറ്റിംഗ് നടന്നു. മീറ്റിംഗ് നടന്നപ്പോൾ ഈ മീറ്റിങ്ങിനെ അടിച്ചമർത്താൻ വേണ്ടി രാജാവിന്റെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്നൊരു വാർത്ത വന്നു. അതേ തുടർന്ന് ക്ഷുഭിതരായ ജനങ്ങൾ ഫ്രാൻസിന്റെ ബാസ്റ്റീൽ പ്രിസൺ, അതായത് സിംബൽ ഓഫ് ഓട്ടോക്രസി എന്നറിയപ്പെടുന്ന, സ്വേച്ഛാധിപത്യത്തിന്റെ പ്രതീകം എന്നറിയപ്പെടുന്ന ആ ബാസ്റ്റീൽ ജയിലിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കുകയും ജയിലിനെ ഇടിച്ചു നിരപ്പാക്കിക്കൊണ്ട് 1789 ജൂലൈ 14 ഫ്രഞ്ച് വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. എന്തായിരുന്നാലും ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789 ജൂലൈ 14. ദെൻ അത് കഴിഞ്ഞു 1700 പിന്നെ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യത്തെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. ഓർമ്മിക്കുക, ദ മെയിൻ സ്ലോഗൻസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ: ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. എന്തായിരുന്നാലും അത് കഴിഞ്ഞു 1792 ദേ ഡിക്ലെയർഡ് ഫ്രാൻസ് ആസ് എ റിപ്പബ്ലിക് എന്നാണ്. 1789 ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായിട്ട് അവിടുത്തെ ജനങ്ങൾ പ്രഖ്യാപിച്ചു. എന്തായിരുന്നാലും ഇത് കഴിഞ്ഞു. ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത് സ്വേച്ഛാധിപത്യ ഭരണത്തെ തുടച്ചു നീക്കാൻ സഹായിച്ചു എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് ശരിക്കും ഒരു ഇൻഫ്ലുവൻസ് ചെലുത്താൻ വേണ്ടി ഫ്രഞ്ച് വിപ്ലവത്തിന് സാധിച്ചിട്ടുണ്ട്. ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് മെയ്ഡ് ഓവർ ദി വേൾഡ് എന്നാണ് ഫ്രഞ്ച് റവല്യൂഷൻ. നമുക്കറിയാം, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ. അപ്പോൾ എന്തായിരുന്നാലും ഇത് ലോകരാജ്യങ്ങളെ ശരിക്കും സ്വാധീനിച്ചു. അതോടൊപ്പം തന്നെ ഫ്രാൻസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ യൂറോപ്പിനെ മുഴുവൻ സ്വാധീനിച്ചു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഡയലോഗ് പറയുന്നുണ്ട്: വെൻ ഫ്രാൻസ് നീസസ് ദ റെസ്റ്റ് ഓഫ് യൂറോപ്പ് ക്യാച്ചസ് കോൾഡ്. അല്ലേ, ഫ്രാൻസ് ഒന്ന് തുമ്മിയാൽ അത് യൂറോപ്പിനെ മുഴുവൻ ബാധിക്കുന്ന ഒരു ജലദോഷമായിട്ട് മാറുമെന്ന് പറയുന്നുണ്ട്. ഓസ്ട്രിയൻ ചാൻസലറായ കൗണ്ട് മെറ്റേണിക്ക് പറയുന്ന ഒരു വാചകമാണ്. അത് ചോദ്യം എന്ന് പറയുന്നത് ദി ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ ആണ് അതിന്റെ ആൻസർ. ഫ്രഞ്ച് വിപ്ലവത്തിലൂടെ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വേണം നമ്മൾ അതിന്റെ ആൻസർ ആയിട്ട് പറയാൻ. പിന്നെ അതോടൊപ്പം തന്നെ ഫ്രഞ്ച് വിപ്ലവം എല്ലാ രാജ്യങ്ങളെയും, നേരത്തെ പറഞ്ഞു, ഇന്ത്യ അടക്കം മറ്റു പല രാജ്യങ്ങളെയും അത് ശരിക്കും സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ വിപ്ലവം കഴിഞ്ഞു. ദെൻ വിപ്ലവത്തിന് ശേഷം ഫ്രാൻസിന്റെ മേധാവിയായി ഏകദേശം 1799 മുതൽ നെപ്പോളിയൻ ബോണപ്പാർട്ട് അധികാരത്തിൽ വന്നു. അത് കഴിഞ്ഞപ്പോൾ നെപ്പോളിയൻ ഫ്രാൻസിൽ നടപ്പിലാക്കിയ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആണ് പിന്നീട് അടുത്തതിനകത്ത് പറയുന്നത്. ഫാമേഴ്സ്, കൃഷിക്കാരെ വെർ മെയ്ഡ് ദ ഓണേഴ്സ് ഓഫ് ലാൻഡ്, എക്സസൈസ് ദ സ്റ്റേറ്റ്സ് കൺട്രോൾ ഓവർ ക്ലർജി. ദെൻ അതോടൊപ്പം തന്നെ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പബ്ലിക് ഡെപ്റ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഒരു ഫണ്ട് കൊണ്ടുവന്നു. ദെൻ ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. ദെൻ അതോടൊപ്പം ഒരു പുതിയ നിയമസംഹിത, ന്യൂ കോഡ് ഓഫ് ലോ ഫ്രാൻസിൽ നടപ്പിലാക്കി. അതോടൊപ്പം കൺസ്ട്രക്ട് സെവറൽ റോഡ്സ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ. അതും ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫ്രഞ്ച് വിപ്ലവം കോസസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ ആണ് ചോദിക്കുന്നെങ്കിൽ ഇതൊന്നും പറയേണ്ട കാര്യമില്ല. ഫ്രഞ്ച് റവല്യൂഷന്റെ കോസ് ആയിരുന്നു നോക്കുക. പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, സോഷ്യൽ എന്ന് പറയുന്നുവെങ്കിൽ മാത്രം ആദ്യത്തെ കാര്യങ്ങൾ മാത്രമേ പറയാം. എന്ന് പറഞ്ഞാൽ രാജാവിന്റെ ഓട്ടോക്രസി ആയിരിക്കാം. ദെൻ സോഷ്യൽ പറയുമ്പോഴത്തേക്ക് അവിടുത്തെ ക്ലാസിഫിക്കേഷൻ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഡിവിഷൻ വേണം പറയണം. ദെൻ അടുത്ത് പിന്നെ വിപ്ലവത്തിലേക്ക് എത്തിയ ടെന്നീസ് കോർട്ട് അസംബ്ലി വരെ പറയുമ്പോൾ കോസായി കഴിഞ്ഞു. അതിന്റെ റിസൾട്ട് കഴിഞ്ഞ് വരുമ്പോൾ മാത്രമാണ് നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറയേണ്ടത്. എന്തായിരുന്നാലും നെപ്പോളിയൻ ഫ്രാൻസിന്റെ ഭരണാധികാരിയായി വന്നു. അത് കഴിഞ്ഞപ്പോൾ ഫ്രാൻസിനെ യൂറോപ്പിലെ ഏറ്റവും പ്രബല രാജ്യമാക്കി വളർത്താൻ നെപ്പോളിയൻ ശ്രമിച്ചു. എന്നാൽ ഇത് ഇഷ്ടപ്പെടാത്ത ഇംഗ്ലണ്ട് അടക്കമുള്ള മറ്റ് യൂറോപ്പിലെ രാജ്യങ്ങൾ ഫ്രാൻസിനെതിരായിട്ട് തിരിയുകയും 1815 വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അതോടുകൂടി നമ്മുടെ ആ ചാപ്റ്ററിന്റെ ടോപ്പിക്ക്, അല്ലെങ്കിൽ ആ എസ്സേയുടെ ഒരു ടോപ്പിക്ക് നമുക്ക് അവിടെ തീരെയാണ്. ദെൻ അടുത്ത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പം എസ്സേ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞു പ്രധാനമായിട്ടും 5 ക്വസ്റ്റ്യനാണ് തന്നിട്ടുള്ളത് എങ്കിലും അതിൽ 4 എസ്സേ ആയിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ്. ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, ദെൻ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ദെൻ ചൈനീസ്. അടുത്ത് നമുക്ക് വേറൊരെണ്ണം കൂടി ഉണ്ട്, ലാറ്റിൻ അമേരിക്ക ഉണ്ട്, അല്ലെങ്കിൽ സൗത്ത് അമേരിക്ക എന്ന് പറയും. അതിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ലാറ്റിൻ അമേരിക്കയിൽ പ്രധാനമായിട്ട് പറയുന്നത്, ഈ ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത് സ്പെയിനിന്റെ കീഴിലാണ്. സ്പെയിനും പോർച്ചുഗലുമാണ് പ്രധാനമായിട്ടും അവിടെ കോളനി വാഴ്ച നടത്തിയതെന്ന് പറയുന്നു. അതിൽ സ്പെയിനിന്റെ മേധാവിത്വമാണ് പറയുന്നത്. അവരവിടുത്തെ ലാംഗ്വേജ്, റിലീജിയൻ അല്ലെങ്കിൽ കസ്റ്റംസ് ഒക്കെ മാറ്റിമറിച്ചു. സ്പാനിഷ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നു. ദെൻ അതോടൊപ്പം തന്നെ അവരുടെ അഗ്രികൾച്ചർ ക്രോപ്സും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെ നടപ്പിലാക്കി. ദെൻ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, അതോടൊപ്പം തന്നെ ദേ ലൂട്ടഡ് ദ റിസോഴ്സ് ആൻഡ് വെൽത്ത് ഓഫ് ലാറ്റിൻ അമേരിക്കൻ പീപ്പിൾ എന്ന് പറയുന്നുണ്ട്.
പിന്നെ അവരുടെ പ്ലാന്റേഷൻ ക്രോപ്പുകളൊക്കെ വരുമ്പോൾ അതിൽ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ കൊണ്ടുവന്ന് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുമൊക്കെ അവർ ശ്രമിച്ചിരുന്നു എന്നാണ്. അതിൽ അവസാനം നമ്മൾ പറഞ്ഞു നിർത്തുന്നത് ലാറ്റിൻ അമേരിക്കൻ ഫ്രീഡം സ്ട്രഗിളിന് നേതൃത്വം കൊടുത്ത ആൾക്കാരുടെ പേരാണ്. ആ ക്വസ്റ്റ്യനിൽ ആ സൗത്ത് അമേരിക്കൻ ഫ്രീഡം സ്ട്രഗിൾ ക്വസ്റ്റ്യനിൽ സാധാരണ ചോദിക്കുന്നത് ആ ടോപ്പിക്കാണ്. അതായത് അവിടുത്തെ ഫ്രീഡം ഫൈറ്റേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ജോസ്റ്റി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിറാൻഡ ആൻഡ് സൈമൺ ബൊളിവർ. ഒരു 3 പേരാണ്. ജോസ്റ്റി സാൻ മാർട്ടിൻ, സൈമൺ ബൊളിവർ, ഫ്രാൻസിസ്കോ മിറാൻഡ. ഇവർ 3 പേരുമാണ് ലാറ്റിൻ അമേരിക്കൻ ഫ്രീഡം സ്ട്രഗിൾ അല്ലെങ്കിൽ സൗത്ത് അമേരിക്കൻ ഫ്രീഡം സ്ട്രഗിളിന് പ്രധാനമായിട്ടും നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത് പറഞ്ഞിട്ടുള്ളത് റഷ്യൻ റവല്യൂഷനാണ്. റഷ്യൻ റവല്യൂഷൻ നമുക്കറിയാം, റഷ്യയും നമ്മൾ ഫ്രാൻസിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഒരു സ്വേച്ഛാധിപത്യ ഭരണം, ഓട്ടോക്രസിക് റൂൾ തന്നെയാണ് അവിടെയുള്ളത്. ജനങ്ങൾക്ക് അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊന്നും തന്നെ ചെയ്തിട്ടില്ല. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാൻ ഇവിടുത്തെ രാജാക്കന്മാർ തയ്യാറല്ല. അതോടൊപ്പം തന്നെ അവർ വളരെ കർശനമായിട്ടുള്ള നയങ്ങളാണ് നടപ്പിലാക്കിയത്. ടാക്സ് വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ എതിർക്കുന്നവരെ അടിച്ചമർത്തുക. സാധാരണക്കാരായ ജനങ്ങൾക്ക് അർഹമായിട്ടുള്ള ഭൂമിയോ അല്ലെങ്കിൽ വരുമാനമോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. എന്തായിരുന്നാലും ഈ സാഹചര്യങ്ങളാണ് യഥാർത്ഥത്തിൽ അവരെ ഒരു കലാപത്തിലേക്ക് നയിച്ചത്. റഷ്യൻ ചക്രവർത്തിമാരെ സറിസ്റ്റ് ചക്രവർത്തിമാർ എന്നാണ് വിളിക്കുന്നത്. സർ, CZAR അല്ലെങ്കിൽ TSAR എന്ന് പറയാറുണ്ട്. സർ ചക്രവർത്തിമാർ എന്നാണ് വിളിക്കാറുള്ളത്. റൊമനോവ് രാജവംശത്തിൽപ്പെട്ട രാജാക്കന്മാരാണ് റഷ്യയുടെ ഭരണം നടപ്പിലാക്കിയിരുന്നത്. എന്തായിരുന്നാലും അതിൽ ആദ്യം ഒരു ചോദ്യം പറയുന്നത് സർക്കംസ്റ്റൻസ് ദാറ്റ് ലെഡ് ദം ടു ഡിമാൻഡ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സാഹചര്യം പറയുന്നുണ്ട് റഷ്യൻ വിപ്ലവത്തിനകത്ത്. അതായത് റഷ്യയുടെ അന്നത്തെ അവസ്ഥയാണ് അതിനകത്ത് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ തൊഴിലാളികളുടെ കാര്യം വളരെ കഷ്ടതയിലായിരുന്നു. അതോടൊപ്പം ലോ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ അഫക്റ്റഡ് ദ ഫാമേഴ്സ് ഇൻകം. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം കാർഷികാദായം ഇല്ലാതെ പോയത് കൃഷിക്കാരെ ശരിക്കും നശിപ്പിച്ചു. ദെൻ നാച്ചുറൽ റിസോഴ്സസ് റഷ്യയിൽ ശരിക്കും ഉണ്ടോ എങ്കിലും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വാസ് വീക്ക് എന്നാണ്. വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ റഷ്യ എന്ന് പറയുന്നത് ശരിക്കും ദയനീയമായ അവസ്ഥയിലായിരുന്നു എന്നാണ്. അതിൽ നിന്നുമാണ് മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ ടർഗനേവ്, ആന്റൺ ചെക്കോവ് തുടങ്ങിയവരുടെ, പിന്നെ കാർൽ മാർക്സ്, ഫ്രെഡറിക് എംഗൽസ് അവരുടെ ആശയങ്ങൾ വളരാൻ തുടങ്ങി. ദ ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യലിസ്റ്റ് ഐഡിയാസ് ലെഡ് ടു ദ ഓർഗനൈസേഷൻ ഓഫ് മൂവ്മെന്റ് കാൾഡ് റഷ്യൻ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന പേരിൽ ഒരു പുതിയ പാർട്ടി അവിടെ ഏകദേശം 1898 കാലഘട്ടത്തിൽ അവിടെ രൂപം കൊള്ളുന്നുണ്ട്. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി, കറക്റ്റ് വേർഡ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന പേരിൽ ഒരു പുതിയ പാർട്ടി അവിടെ രൂപം കൊണ്ടു. എന്തായിരുന്നാലും ഈ പാർട്ടി പിന്നീട് 2ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു. ഒന്ന് മെൻഷേവിക് പാർട്ടി, മറ്റൊന്ന് ബോൾഷേവിക് പാർട്ടി. മെൻഷേവിക് പാർട്ടി എന്ന് പറയുമ്പോൾ കെറൻസ്കിയുടെ, അലക്സാണ്ടർ കെറൻസ്കിയുടെ കീഴിലും, അതേസമയത്ത് ബോൾഷേവിക് പാർട്ടി എന്ന് പറയുന്നത് ലെനിൻ, ട്രോസ്കി തുടങ്ങിയ ആൾക്കാരുടെ കീഴിലും 2ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു. ദെൻ ഇത് കഴിഞ്ഞു 1905 ആയപ്പോൾ റഷ്യയെ ശരിക്കും സ്വാധീനിച്ചുകൊണ്ടൊരു യുദ്ധം നടക്കുന്നു. ജപ്പാനുമായിട്ടൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ദെൻ ഇൻ ദിസ് വാർ റഷ്യ ഡിഫീറ്റഡ് എന്നാണ്. ആ യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെട്ടു. അപ്പൊ നോക്കുക, റഷ്യ എന്ന് പറയുന്നത് ഒരു വലിയ രാജ്യമാണ്. ജപ്പാൻ വളരെ കുഞ്ഞു രാജ്യമാണ്. സൈനിക ശക്തിയിലും ഒക്കെ വലിപ്പമുള്ള രാജ്യം. പക്ഷേ ആ ജപ്പാൻ എന്ന് പറയുന്ന ഏഷ്യയിലെ കുഞ്ഞു രാജ്യത്തിന്റെ മുന്നിൽ അവർ പരാജയപ്പെട്ടു. റഷ്യയുടെ ആഭ്യന്തരമായിട്ടുള്ള ഐക്യമില്ലായ്മ തന്നെയാണ് അതിന്റെ കാരണം. അതോടുകൂടി റഷ്യക്കകത്ത് ശരിക്കും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. അങ്ങനെ 1905 വളരെ ശക്തമായിട്ടുള്ള ഒരു കലാപം റഷ്യയിൽ പൊട്ടിപ്പുറപ്പെട്ടു എന്നാണ്. പക്ഷേ അതേസമയത്ത് ദ മാർച്ച് വാസ് ഫയർഡ് ബൈ ദ സോൾജേഴ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് ഡെമോൺസ്ട്രേറ്റേഴ്സ് വെയർ കിൽഡ് എന്നാണ്. ഈ സംഭവത്തെ അറിയപ്പെടുന്ന പേര് ബ്ലഡി സൺഡേ, ബ്ലാക്ക് സൺഡേ എന്നൊക്കെ വിളിക്കാറുണ്ട്. റഷ്യൻ വിപ്ലവത്തിലെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഷോർട്ട് ക്വസ്റ്റ്യനാണ്. റഷ്യൻ റവല്യൂഷനാണ് എഴുതുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ പറയേണ്ടത്, ഏറ്റവും ആദ്യം പറയുന്നത് ആ ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യലിസ്റ്റ് ഐഡിയാസ് പറയണം. ദെൻ അത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ബ്ലഡി സൺഡേയെ കുറിച്ച് പറയണം. 1905 ഈ വിപ്ലവകാരികളെ അടിച്ചൊതുക്കിയ ആ ഒരു സംഭവമാണ് ബ്ലഡി സൺഡേ അല്ലെങ്കിൽ ബ്ലാക്ക് സൺഡേ എന്ന പേരിൽ അറിയപ്പെട്ടത്. എന്തായിരുന്നാലും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത് വരുന്നത് ഫെബ്രുവരി റവല്യൂഷനാണ്. 1917 റഷ്യൻ ചക്രവർത്തിയായ സറിസ്റ്റ് ഗവൺമെന്റിനെ അട്ടിമറിച്ചുകൊണ്ട് മെൻഷേവിക് പാർട്ടിയുടെ ലീഡറായ കെറൻസ്കി അധികാരം പിടിച്ചെടുത്തു. പവർ ക്യാപ്ചേർഡ് ബൈ മെൻഷേവിക് പാർട്ടി ലീഡർ അലക്സാണ്ടർ കെറൻസ്കി ഫ്രം ആരിൽ നിന്ന്? സർ ചക്രവർത്തിയിൽ നിന്ന് അല്ലെങ്കിൽ ദ ക്യാപ്ചർ ഓഫ് പവർ ബൈ അലക്സാണ്ടർ കെറൻസ്കി ഫ്രം സറിസ്റ്റ് ഗവൺമെന്റ് എന്നാണ്. അതിനെ വിളിക്കുന്ന വാക്കാണ് ഫെബ്രുവരി റവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ഫെബ്രുവരി റവല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ യഥാർത്ഥം അതിനകത്ത്. മനസ്സിലായോ? അപ്പോൾ 1917
സർചക്രവർത്തിയെ അട്ടിമറിച്ചുകൊണ്ട് അലക്സാണ്ടർ കെറൻസ്കി അധികാരം പിടിച്ചെടുത്ത സംഭവത്തെ വിളിച്ച വാക്കാണ് ഫെബ്രുവരി റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മാർച്ച് റവല്യൂഷൻ എന്നും ഇത് അറിയപ്പെടാറുണ്ട്. ദെൻ ഇത് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അലക്സാണ്ടർ കെറൻസ്കിയുടെ കീഴിൽ ഗവൺമെന്റ് നേരെ പോകാതെ വരുമ്പോൾ ദെൻ ലെനിൻ അവിടേക്ക് കടന്നു വന്നു. ലെനിന്റെ കീഴിലുള്ള ബോൾഷെവിക് പാർട്ടി അധികാരം പിടിച്ചെടുത്തു. ഇത്തരത്തിൽ കെറൻസ്കി ഗവൺമെന്റിൽ നിന്ന് ലെനിന്റെ പാർട്ടി അധികാരം പിടിച്ചെടുത്ത സംഭവത്തെ വിളിച്ച വാക്ക് ഒക്ടോബർ റവല്യൂഷൻ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞു, റഷ്യൻ വിപ്ലവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഏകദേശം 4 സംഭവങ്ങൾ ഞാനിവിടെ പറഞ്ഞു. ഒന്ന്, ആദ്യം അവിടെ ഒരു റഷ്യൻ വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടു എന്ന് പറഞ്ഞു, വിത്ത് ദ ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യലിസ്റ്റ് ഐഡിയാസ്. ദെൻ രണ്ടാമത് പറഞ്ഞു ബ്ലഡി സൺഡേ എന്നൊരു സംഭവം പറഞ്ഞു. ദെൻ മൂന്നാമത്തത് ഫെബ്രുവരി റവല്യൂഷൻ. ദെൻ നാലാമത്തത് ഒക്ടോബർ റവല്യൂഷൻ. ഈ 4 കാര്യങ്ങളും അതിനകത്ത് കൃത്യമായിട്ടും കാണണം. അങ്ങനെ റഷ്യ എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഐഡിയാസിലോട്ട് കടന്നു വന്നു. അത് കഴിഞ്ഞു. എന്തായിരുന്നാലും റഷ്യയെ സംബന്ധിച്ചിടത്തോളം ശരിക്കും സ്വാധീനിക്കപ്പെട്ടു ഈ ആശയങ്ങൾ. അന്ന് 1917 എന്ന് പറയുന്ന കാലഘട്ടം വേൾഡ് വാർ നടക്കുന്ന പീരീഡാണ്. ആ യുദ്ധത്തിൽ നിന്ന് റഷ്യ അതിനുശേഷം പിന്മാറി. ദെൻ അതോടൊപ്പം തന്നെ സീസ് ദ ലാൻഡ്സ് ഓൺഡ് ബൈ ദ ലോർഡ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ് ടു ദ ലോക്കൽ ഫാമേഴ്സ്. അല്ലേ, ഈ വൻകിട ജന്മിമാർ പിടിച്ചെടുത്തിരുന്ന ഭൂമികളെല്ലാം തിരിച്ചു പിടിക്കുകയും ഇത്തരം ഭൂമികളെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്തു. ദെൻ മേക്ക് ഫാക്ടറീസ് പബ്ലിക് പ്രോപ്പർട്ടി. ഫാക്ടറികളെല്ലാം പൊതു മുതലായിട്ട് പ്രഖ്യാപിച്ചു. ചുരുക്കത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ, ക്ഷേമങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ ലെനിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ സപ്പോർട്ട് ഉണ്ടായി എന്നർത്ഥം. തീർച്ചയായിട്ടും അത് റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരുന്നതിന് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ഐഡിയാസ് വളരുന്നതിന് ശരിക്കും കാരണമായി. അത് കഴിഞ്ഞപ്പോൾ 1924 റഷ്യ കെയിം ടു ബി കാൾഡ് USSR, യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന പേരിൽ റഷ്യ അറിയപ്പെട്ടു. അത് കഴിഞ്ഞു. ഇനി അടുത്ത് വന്നിട്ടുള്ളത് റഷ്യൻ വിപ്ലവത്തിന്റെ ഫലങ്ങളാണ്. റഷ്യൻ വിപ്ലവ ഫലങ്ങളിൽ ആദ്യമായിട്ട് പറയുന്നത്, ഒന്ന്, റഷ്യ 1-ാം ലോകയുദ്ധത്തിൽ നിന്ന് പിന്മാറി. ദെൻ അത് കഴിഞ്ഞപ്പോൾ സീസ്ഡ് ഔട്ട് ദ ലാൻഡ് ഫ്രം ആരുടെ ഈ പ്രഭുക്കന്മാരോ അല്ലെങ്കിൽ പുരോഹിതന്മാരോ അവരുടെ വസ്തുക്കളെ പിടിച്ചെടുത്തു. ദെൻ ഗീവൺ ഇറ്റ് ടു ദ വർക്കേഴ്സ്, സാധാരണക്കാർ കൊടുത്തു. ഗേവ് ഇമ്പോർട്ടൻസ് ടു പബ്ലിക് സെക്ടർ. ദെൻ അതോടൊപ്പം തന്നെ ഇൻട്രൊഡ്യൂസ് സെൻട്രലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്ലാനിംഗ്. ദെൻ അച്ചീവ് ഡെവലപ്മെന്റ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്, ടെക്നോളജി, എക്കോണമി എക്സെട്ര. അതോടൊപ്പം തന്നെ റഷ്യ, നേരത്തെ ഒരിക്കൽ പറഞ്ഞു, USSR എന്നുള്ള പേരിൽ റഷ്യ അറിയപ്പെട്ടു. 1924 ശേഷം സ്പ്രെഡ് ദ സോഷ്യലിസ്റ്റ് ഐഡിയാസ് ഓൾ ഓവർ ദി വേൾഡ്. ലോകത്തെമ്പാടും സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടാൻ ശരിക്കും ഇത് സഹായകമായി. അപ്പോൾ നോക്കുക, റഷ്യൻ വിപ്ലവമാണ് ചോദിക്കുന്നത് എങ്കിൽ ആദ്യം പറയേണ്ടത് അവിടുത്തെ രാജാക്കന്മാരുടെ ഓട്ടോക്രാറ്റിക് റൂൾ. നമ്മൾ നേരത്തെ പറഞ്ഞത് സ്ക്വാൻഡേഴ്സ് എന്നോ ഓട്ടോക്രാറ്റിക് റൂൾ എന്നോ ഒക്കെ പറയാം. അത് കഴിഞ്ഞ് ജനങ്ങൾക്ക് അവരെ നികുതി ചുമത്തുക, അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ ചെയ്യാതിരിക്കുക. അത് കഴിഞ്ഞു ദ ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യലിസ്റ്റ് ഐഡിയാസ്. അവിടെ തൊട്ടാണ് അത് മാറിയത്. ദെൻ ഒരു റഷ്യൻ വർക്കേഴ്സ് പാർട്ടി 1798 രൂപം കൊണ്ടു. ദെൻ അത് കഴിഞ്ഞപ്പോൾ 1905 ബ്ലഡി സൺഡേ എന്ന സംഭവം. ദെൻ 1917 ഫെബ്രുവരി റവല്യൂഷൻ. ദെൻ ഒക്ടോബർ റവല്യൂഷൻ. ഇത്രയുമാണ് ഈ ടോപ്പിക് എസ്സേയുടെ. അപ്പം എസ്സേ കോസസ് ആണ് ചോദിക്കണമെങ്കിൽ ആ ഫെബ്രുവരി ഒക്ടോബർ റവല്യൂഷൻ വരെ മാത്രമേ പറയാം. റിസൾട്ട് ചോദിക്കുന്നുവെങ്കിൽ മാത്രം നമ്മൾ അവസാനമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ദെൻ ഇൻഫ്ലുവൻസ് ഓഫ് റഷ്യൻ റവല്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ചോദിച്ച് ക്വസ്റ്റ്യനിൽ ഉണ്ടോ എന്ന് നോക്കുക. ഇൻഫ്ലുവൻസ് ആൻഡ് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം അത് എഴുതുക. ചിലപ്പോൾ കോസസും കാണും, ചിലപ്പോൾ റിസൾട്ടും കാണും. അങ്ങനെയാണെങ്കിൽ മുഴുവനായിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ എഴുതാം. ഇനി അതിനകത്ത് ഒരു എസ്സേ കൂടെ നമുക്ക് തന്നിട്ടുണ്ട്, ചൈനീസ് റവല്യൂഷൻ, ചൈനയിലെ വിപ്ലവം. ചൈനയിൽ വിപ്ലവം തുടങ്ങാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ചൈന എന്ന് പറയുന്നത് യൂറോപ്യന്മാരുടെ ഒരു കോളനിയായിരുന്നു. മറ്റു പല പ്രദേശങ്ങളിലും കോളനി വാഴ്ച നടത്തുമ്പോഴും ചൈനയിൽ കോളനി വാഴ്ച നടത്താൻ ആദ്യഘട്ടത്തിൽ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യമാണ് ചൈനയിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ നടത്താൻ വേണ്ടി യൂറോപ്യന്മാരെ, പ്രത്യേകിച്ച് ബ്രിട്ടനെ പ്രേരിപ്പിച്ചതെന്നാണ്. അതിന്റെ ഭാഗമായി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ദ ട്രേഡ് ഓഫ് ഓപ്പിയം. ചൈനയിൽ കോളനി വാഴ്ച നടത്താനും ജനങ്ങളെ തങ്ങളുടെ നിയന്ത്രണത്തിൽ നിർത്താനും വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ലെങ്കിൽ യൂറോപ്യന്മാർ കൊണ്ടുവന്ന തന്ത്രമാണ് യഥാർത്ഥത്തിൽ ഓപ്പിയം ട്രേഡ് എന്ന് പറയുന്നത്. അങ്ങനെ ചൈനീസ് റവല്യൂഷന്റെ തുടക്കം എന്ന് പറയുന്നത് ഓപ്പിയം ട്രേഡ്, ഓപ്പിയം വാറാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് ഓപ്പൺ ഡോർ പോളിസി പുട്ട് ഫോർവേഡ് ബൈ ജോൺ ഹേ, ദ സ്റ്റേറ്റ് സെക്രട്ടറി ഓഫ് അമേരിക്ക. അത് തന്നിട്ട് അപ്പോൾ ആ 2 ക്വസ്റ്റ്യൻ നോക്കുക. ചൈനീസ് റവല്യൂഷൻ ചോദിക്കുകയാണെങ്കിൽ
പല പ്രാവശ്യം വന്ന ചോദ്യമാണ് ചൈനീസ് റവല്യൂഷൻ. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു, കഴിഞ്ഞ മുമ്പത്തെ വർഷമൊക്കെ ഉണ്ടായിരുന്നു. പല പ്രാവശ്യം വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ് ചൈനീസ് റവല്യൂഷൻ. അപ്പോൾ അതിലാദ്യം പറയേണ്ടത് ഓപ്പൺ ഡോർ പോളിസിയും അതോടൊപ്പം തന്നെ ഓപ്പിയം ട്രേഡും പറയണം. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ സന്യാസനിലോട്ട് വരും. രാജഭരണത്തെ അവസാനിപ്പിച്ചുകൊണ്ട് ഏകദേശം 1911 കാലഘട്ടത്തിൽ ചൈന ഒരു റിപ്പബ്ലിക്കായി മാറിയെന്നർത്ഥം. 1911 ചൈനയെ ഒരു റിപ്പബ്ലിക്കാക്കി മാറ്റി ഡോക്ടർ സൺ യാത് സൺ. He put forward some great ideas like nationalism, democracy and socialism. 3 പ്രധാന ആശയങ്ങൾ ഡോക്ടർ സന്യാസൻ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഐഡിയാസ് ആണ് നാഷണലിസം, ഡെമോക്രസി ആൻഡ് സോഷ്യലിസം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞു അദ്ദേഹം ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് അവിടെ നടപ്പിലാക്കി. ദെൻ അതിനുശേഷം ഈ ഡോക്ടർ സന്യാസന് ശേഷം അദ്ദേഹം നേതൃത്വം കൊടുത്ത പാർട്ടി കുമിന്താങ് പാർട്ടിയാണ്. ഈ ഡോക്ടർ സന്യാസന്റെ കാലഘട്ടത്തിന് ശേഷം കുമിന്താങ് പാർട്ടിയുടെ ലീഡറായിട്ട് കടന്നു വന്ന ചിയാങ് കൈ ഷേക്ക് എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ് പിന്നീട് അവിടെ പ്രശ്നമായിട്ട് മാറുന്നത്. എന്ന് പറഞ്ഞാൽ ഹീ പുട്ട് ഫോർവേഡ് ഐഡിയാസ് ഓഫ് ക്യാപിറ്റലിസം എന്ന് പറയാം. ഒരു മുതലാളിത്തത്തിന്റെ ആശയങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു എന്ന് പറയാം. ദെൻ പവേഴ്സ് ഇൻക്ലൂഡിങ് അമേരിക്ക ടു ഫ്രീലി ഇന്റർഫിയർ ഇൻ ചൈന എന്നുള്ളതാണ്. ചൈനയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ വളരെ യഥേഷ്ടം ഇടപെടാൻ വേണ്ടി അമേരിക്ക അടക്കമുള്ള പല രാജ്യങ്ങൾക്കും അവസരം ഉണ്ടാക്കി കൊടുത്തത് ഈ ചിയാങ് കൈ ഷേക്കാണ്. അപ്പൊ നോക്കിക്കൊള്ളണം, ഡോക്ടർ സന്യാസണിന്റെ കാലഘട്ടത്തിന് ശേഷം ചിയാങ് കൈ ഷേക്ക് എന്ന വ്യക്തി കുമിന്താങ് പാർട്ടിയുടെ ലീഡറായിട്ട് കടന്നു വന്നതാണ്. എന്തായാലും കടന്നു വന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു ക്യാപിറ്റലിസ്റ്റ് പാർട്ടിയിലേക്ക് ഈ കുമിന്താങ് പാർട്ടി മാറുകയും ചെയ്തു. 1921 കാലഘട്ടത്തിൽ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അന്ന് രൂപം കൊടുത്തത് മാവോ സെഡോങ് ആണ്. 1921 ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ ആശയങ്ങളും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്, മറ്റൊരു ഭാഗത്ത് അമേരിക്ക പിന്തുണച്ച കുമിന്താങ് പാർട്ടിയുടെ ചിയാങ് കൈ ഷേക്കും ഒരു ഭാഗത്ത്. അങ്ങനെ സ്വാഭാവികമായിട്ടും ചൈനയ്ക്കകത്തും ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന തരത്തിൽ 2 പാർട്ടികളായിട്ട് മാറി. എന്തായിരുന്നാലും അമേരിക്ക സ്വതന്ത്രമായിട്ട് അവിടെ ഇടപെടാൻ തുടങ്ങി. അതേസമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രൊട്ടസ്റ്റഡ് അഗൈൻസ്റ്റ് ദ പോളിസി ഓഫ് ചിയാങ് കൈ ഷേക്ക്. പക്ഷേ ദേ വർ ബ്രൂട്ടലി സപ്രസ്ഡ് എന്നാണ്. വളരെ ശക്തമായിട്ട് ഈ മേധാവിത്വം നടത്തുന്ന കുമിന്താങ് പാർട്ടിയെ എതിർക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിച്ചു. പക്ഷെ പലപ്പോഴും വളരെ കർശനമായി അടിച്ചമർത്തി. ഇതിനുശേഷം 1934 മാവോ സെഡോങ് നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു ലോങ് മാർച്ച് സംഘടിപ്പിച്ചു എന്നാണ്. അതായത് സ്റ്റാർട്ടഡ് ഫ്രം കിയാങ്ഷി ഇൻ സൗത്ത് ചൈന, അല്ലെ, സൗത്ത് ചൈനയിലെ കിയാങ്ഷിയിൽ നിന്ന് ഏകദേശം 12,000 കിലോമീറ്റർ കവർ ചെയ്തുകൊണ്ട് എവിടെയാണ് എൻഡറ്റിൻ യാനം ഇൻ നോർത്ത് വെസ്റ്റേൺ ചൈന. നോർത്ത് വെസ്റ്റ് ചൈനയിൽ അവസാനിക്കത്തക്ക തരത്തിൽ ഏകദേശം 12,000 കിലോമീറ്റർ ദീർഘ യാത്ര ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിൽ നടത്തപ്പെട്ടു. അത് ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഭവമാണ്. ഈ ത്രൂ ദിയർ ജേണി, അല്ലെ, അവര് പോകുന്ന സമയത്ത് ദേ സീസ്ഡ് ഔട്ട് അഗ്രികൾച്ചറൽ ലാൻഡ് ആൻഡ് വില്ലേജസ് ഫ്രം ലോഡ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ദം എമോങ് ദി ഫാമേഴ്സ് എന്നാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് വിതരണം ചെയ്യത്തക്ക തരത്തിൽ മുതലാളിമാരിൽ നിന്ന് ദാനമായിട്ടും അല്ലാതെയും ഭൂമികൾ സ്വീകരിച്ചു, പിടിച്ചെടുത്തു. എന്നിട്ട് പാവപ്പെട്ട കൃഷിക്കാർക്ക് വിതരണം ചെയ്തു. അതിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത്രമാത്രം പ്രചാരം ലോകത്തിൽ അല്ലെങ്കിൽ ചൈനയിൽ കിട്ടുകയും ചെയ്തു. കുമിന്താങ് പാർട്ടി അവിടെ വളർന്നുകൊണ്ടിരുന്നു. ഏറ്റവും ഒടുവിൽ ഇതിനൊക്കെ ശേഷം 1949 ആയപ്പോൾ കുമിന്താങ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചൈനയിൽ ശരിക്കും പ്രചാരം കിട്ടി. അതേ തുടർന്ന് ചിയാങ് കൈ ഷേക്ക്, കുമിന്താങ് പാർട്ടിയുടെ ലീഡർ എന്നറിയപ്പെടുന്ന ചിയാങ് കൈ ഷേക്കിന് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകേണ്ടി വന്നു. തൈവാനിലേക്ക് അദ്ദേഹം രക്ഷപ്പെട്ടു എന്നാണ്. അതേ തുടർന്ന് മാവോ സെഡോങ് ക്യാപ്ചേർഡ് ദ സെന്റർ ഓഫ് കുമിന്താങ് റൂൾ. കുമിന്താങ് ഭരണത്തിന്റെ തലസ്ഥാന പ്രദേശം ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിൽ വരികയും അങ്ങനെ ചൈന എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് റിപ്പബ്ലിക്കായിട്ട് മാറുകയും ചെയ്തു. എന്തായിരുന്നാലും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ഓൺ 1 ഒക്ടോബർ 1949 1949 മാവോ സെഡോങ്ങിന്റെ കീഴിൽ ചൈന ഒരു സമ്പൂർണ്ണ കമ്മ്യൂണിസ്റ്റ് റിപ്പബ്ലിക്കായിട്ട് മാറി. ചിയാങ് കൈ ഷേക്ക് തായ്വാനിലേക്ക് അദ്ദേഹം രക്ഷപ്പെട്ടു. പൊളിറ്റിക്കൽ അസലം എന്നാണ് പറയുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഒരു സൈന്യത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. റെഡ് ആർമി എന്നൊരു വാക്കോട് ഉപയോഗിക്കുന്നുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുത്ത, അല്ലെങ്കിൽ മാവോ സെഡോങ് നേതൃത്വം കൊടുത്ത സൈന്യമാണ് റെഡ് ആർമി എന്നറിയപ്പെടുന്നത്. ആ റെഡ് ആർമിയുടെ കീഴിലാണ് ചിയാങ് കൈ ഷേക്കിനെ തുരത്തിയതും പ്രദേശങ്ങൾ പിടിച്ചെടുത്തതും. അങ്ങനെ ചൈന
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമായി 1949 ഒക്ടോബർ 1-ാം തീയതി ദ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇത്രയും നമ്മൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിക്കുക. 1 നോർത്ത് അമേരിക്ക, 2 ചൈനീസ് റവല്യൂഷൻ, ദെൻ ഫ്രഞ്ച് റവല്യൂഷൻ, ദെൻ റഷ്യൻ റവല്യൂഷൻ. ഇത് 4 6 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഈ പാഠത്തിൽ നിന്ന് വരുന്നു. ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. കോസസ് റിസൾട്ട് എന്ന് ചോദിക്കുന്നുവെങ്കിൽ മാത്രമേ കോസും റിസൾട്ടും പറയാവൂ. അതല്ല, കോസിൽ എന്താണ് ചോദിച്ചിട്ടുള്ളതെന്ന് നോക്കുക. മിക്കവാറും ഏതെങ്കിലും 1-2 ടോപ്പിക്ക്, ഇപ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ ആണെങ്കിൽ സോഷ്യൽ കണ്ടീഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ഓഫ് റൈറ്റേഴ്സ് അല്ലെങ്കിൽ തിങ്കേഴ്സ് ആയിരിക്കാം. അപ്പോൾ ആ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രം ആൻസർ എഴുതാൻ ശ്രമിക്കുക. ഗുഡ് ലക്ക്.